ഗ്രാമാന്തരങ്ങളിലെ ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പീരുമേട് നിയോജക മണ്ഡലം തല പൊതുപ്രചരണ പരിപാടികൾക്ക് സമാപനമായി. പീരുമേട് നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡീൻ കുര്യാക്കോസ് വോട്ട് അഭ്യർത്ഥന നടത്തിയത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആനന്ദ് ഹൈപ്പർമാർട്ട്, താജ് ബിൽഡിംഗ്, വണ്ടിപ്പെരിയാർ. കഴിഞ്ഞ 3 വർഷത്തോളമായി വണ്ടിപ്പെരിയാറിന്റെ ജനറൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആനന്ദ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷൻ താജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പീരുമേട് നിയോജക മണ്ഡലം തല പൊതുപ്രചരണ പരിപാടികൾക്കാണ് സമാപനമായത്. പീരുമേട് നിയോജക മണ്ഡലത്തിലെ ഗ്രാമങ്ങൾ തോറും ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഡീൻ കുര്യാക്കോസിന്റെ പ്രചരണ പരിപാടി നടന്നത്. രാവിലെ കുമളി ചോറ്റുപാറയിൽ KPCC ജനറൽ സെക്രട്ടറി ജോസി സെബാസ്റ്റ്യൻ ആണ് പൊതുപ്രചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് 1-ാം മൈൽ, കുമളി ടൗൺ, മുരുക്കടി, വെള്ളാരംകുന്ന്, ചെങ്കര എന്നിവിടങ്ങളിൽ കുമളി ഗ്രാമപഞ്ചായത്തിലെ പര്യടനം പൂർത്തീകരിച്ച ശേഷം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മൂങ്കലാർ, നാലുകണ്ടം എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 2 മണിയോടുകൂടി പീരുമേട് തോട്ടം മേഖലയുടെ സമരചരിത്രം ഉറങ്ങുന്ന വണ്ടിപ്പെരിയാർ പശ്ചിമലയിൽ UDF സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണമാണ് ഒരുക്കിയത്. തുടർന്ന് വണ്ടിപ്പെരിയാർ ടൗണിലെത്തിയ സ്ഥാനാർത്ഥിക്ക് മഹിളാ കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി വനിതാ പ്രവർത്തകരെ അണിനിരത്തി റോഡ് ഷോയും സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ ടൗണിൽ സംഘടിപ്പിച്ച പൊതുപ്രചരണ പരിപാടിയിൽ UDF നേതാക്കളായ ആന്റണി ആലഞ്ചേരി, ഇബ്രാഹിം കുട്ടി കല്ലാർ, സിറിയക് തോമസ്, റോബിൻ കാരക്കാട്ട്, ഷാജി പൈനാടത്ത്, KG രാജൻ, PA അബ്ദുൾ റഷീദ്, TH അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത ഒരു യോഗം വണ്ടിപ്പെരിയാറിൽ നടക്കുമ്പോൾ പീരുമേട് നിയോജക മണ്ഡലത്തിന്റെ വികസന പദ്ധതിയായ 4 വരി ദേശീയപാതയുടെ കല്ലുകൾ സ്ഥാപിച്ചിട്ടായിരിക്കും താൻ ജനങ്ങളോട് സംസാരിക്കുക എന്നും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. മഞ്ചുമലയിൽ അവസാനിക്കുന്ന വിധത്തിൽ വണ്ടിപ്പെരിയാർ ബൈപ്പാസിന്റെ അടയാള കല്ലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ വന്നതും അതോടൊപ്പം തന്നെ പിന്നീട് ബാക്കി നടപടികൾ നിർത്തിവെച്ചിട്ടുള്ളതും. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണത്തിലേക്ക് പിന്നീട് കടക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നമുക്ക് നിർമ്മാണം ആരംഭിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു. ഇന്നിപ്പോൾ 2024 ഏപ്രിൽ മാസം 20-ാം തീയതി 21-ാം തീയതിയാണ്. പ്രിയപ്പെട്ടവരെ, 2025 ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഇതുപോലെ ഒരു പൊതുയോഗം വിളിച്ച് വണ്ടിപ്പെരിയാറിൽ സംസാരിക്കുകയാണ് എങ്കിൽ വണ്ടിപ്പെരിയാർ ബൈപ്പാസിന്റെ നിർമ്മാണം അവിടെ പണി തുടങ്ങിയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. തുടർന്ന് വണ്ടിപ്പെരിയാർ, നെല്ലിമല, വാളാടി എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്ഥാനാർത്ഥി സ്വീകരണവും ഏറ്റുവാങ്ങി മൗണ്ട്, അർണക്കൽ, ഗ്രാമ്പി എന്നിവിടങ്ങളിൽ പര്യടനത്തോടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് തല പ്രചരണ പരിപാടികൾക്ക് സമാപനമായി. തുടർന്ന് പീരുമേട് ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രവേശിച്ച പ്രചരണ പരിപാടി കല്ലാർ, പാമ്പനാർ, കരടിക്കുഴി, പുതുലയം, കൊടുവ, LMS എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പീരുമേട് വുഡ്ലാൻഡ്സിൽ സമാപനം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.